അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊന്ന് കോയക്കാപ്പണ്ട് 52ാമത് വാർഷിക നേർച്ച നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രം സൂക്ഷിപ്പുകാരായിട്ടുള്ള നിരവധി ആളുകൾ 30, 40, 50 വർഷം ഈ സ്ഥാപനത്തോട് ചേർന്ന് നിന്നവർ, ഈ സ്ഥാപനത്തെ സ്നേഹിച്ചവർ, ഈ സ്ഥാപനവുമായി സഹകരിച്ചു പോകുന്നവർ ഉണ്ട്. ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ മഹാനായ അമ്പകുന്ന് മീരാൻ ഔലിയ ഉപ്പാപ്പയെ നേരിൽ കണ്ട, അവരുടെ കാലശേഷം ഈ നാടിനെ പ്രസിദ്ധിയിലേക്ക് എത്തിച്ച അമ്പകുന്ന് കോയക്ക എന്ന് പറയുന്ന മഹൽ വ്യക്തിയെയും നേരിൽ കണ്ട, അവരുടെ കൂടെ നിരവധി വർഷങ്ങൾ ചെലവഴിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അദ്ദേഹത്തോട് ആ കൂടെയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങളും അവരുടെ ജീവിതശൈലിയും അന്നത്തെ അനുഭവങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് നമ്മളിങ്ങനെയൊരു അവസരം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു അനുഭവങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി നമ്മുടെ അമ്പകുന്ന് കോയക്ക ഫണ്ടിൻ്റെ അയൽവാസിയും കോയക്കയുടെ ആ ചെറിയ പ്രായത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ദീർഘകാലം, വർഷങ്ങളോളം കൂടെ സഞ്ചരിക്കുകയും ചെയ്ത മയമൂട്ടിക്ക എന്നറിയപ്പെടുന്ന വ്യക്തി നമ്മുടെ അടുക്കലുണ്ട്. അവരോട് ആ ചരിത്രങ്ങൾ, ആ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും. ഒരു 10-15 ദിവസം പാലക്കാട് ഓടിക്കടയിൽ ഉണ്ടായി തീർന്നു. പിന്നീട് വന്നത് ഇന്ത്യക്ക് വന്നൊരു 2-3 കൊല്ലം അങ്ങനെ തന്നെ ദുഃഖ കലാത്ത നിസ്കാരമായി തന്നെ പോയൊക്കെ ജീവിച്ചു. അതിനുശേഷം ആണ് ഈ ഫണ്ടിവിടെ ഉണ്ടാക്കി. ഈ ഫണ്ടുണ്ടാക്കി കുറേ കാലങ്ങൾ അങ്ങനെ പോയി, ചില്ലാനും കൊല്ലങ്ങൾ അങ്ങനെ പോയി. അങ്ങനെ പോയതിനു ശേഷം സ്വയം അസുഖങ്ങൾ മാറൽ തുടങ്ങിയിട്ടാണ് ജനങ്ങൾ തുടങ്ങി. വയക്കാനെ കണ്ട അസുഖം മാറും എന്നുള്ള ഒരു നെയ്യത്തിൽ ആൾക്കാർ വരാൻ തുടങ്ങി. അന്ന് അങ്ങനെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്ര പുരോഗമിച്ചു വന്നത്. പിന്നെ ആൾക്കാർ വരും, ആൾക്കാർ തോക്കെടുത്ത് വയക്കാനോട് പറയും അത് സ്വയം മാറും, അയാളെ മരുന്നോ മന്ത്രമോ വെള്ളമോ മന്ത്രിച്ചൂതലോ ഒന്നുമില്ല. വയക്കാരോട് പോയി വയക്ക ഒരു ശരിയാണ് തെറ്റെന്ന് പറയും, അതുകൊണ്ട് കൂടെ ആ രോഗം മാറും. അങ്ങനെയാണ് ഇവിടെ ഇത്ര വലിയ പുരോഗമനത്തിൽ. കോയക്കയായിട്ട് ഏതാണ്ട് എത്ര വർഷക്കാലങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്? ഞാനൊരു 10-30 കൊല്ലം ഒപ്പം തന്നെ ഉണ്ടായി. ഒരു ദിവസം ഇടപെടാതെ ഒപ്പം ഉണ്ടായി. ഏതാണ്ട് ഇപ്പോൾ കോയക്ക ഇവിടെ നിന്ന് പോയ ആ ഒരു നേർച്ചയുടെ കൊല്ലവും 82-ലാണ് കോയക്ക അവിടുന്ന് പോയത്. 1982 പോയിട്ട് പിന്നെ ഇടയ്ക്ക് വരും, പോവും. സ്ഥിരം ഇവിടെ അല്ലാതെ ആയിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പൊ ഈ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് കോയക്കയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ആ കോയക്ക എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം, അല്ലെങ്കിൽ അവർ ഏത് തരത്തിലുള്ള ആളാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഞാൻ കണ്ട അത് മുതൽ കോയക്ക അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളാണ് എന്നുള്ള നിലക്കാണ് നമുക്ക് ബന്ധപ്പെടുന്നത്. പിന്നെ ഇവിടെ ഈ സ്ഥാപനങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഇപ്പാപ്പാനായിട്ട് എനിക്കത് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പാപ്പാടെ കയറപ്പോഴാണ് പിന്നെ കോയക്കാരെ ഞാൻ സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ ഇപ്പാപ്പ കാണിച്ചു തന്നതിൻ്റെ ശേഷമാണ് കോയക്കാരെ സ്വീകരിച്ചത്. ഉപ്പാപ്പയെ നേരിൽ കണ്ടവരാണ് നിങ്ങൾ? അത് നേരിൽ ഞാൻ ചെറുപ്പം മുതൽ, ഇത് ബുദ്ധി വെക്കാത്ത കാലം മുതൽ പാപ്പനായിട്ട് എൻ്റെ വാപ്പ ബന്ധങ്ങളായിരുന്നു. അതിനുശേഷം വാപ്പ മരിച്ചതിന് ശേഷം പാപ്പനായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പാപ്പ മരിച്ചപ്പോൾ എനിക്ക് 21 വയസ്സ് പ്രായമുണ്ട്.
അപ്പോൾ അന്ന് മുതൽ ഇപ്പാപ്പയായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഇപ്പാപ്പയാണ് എൻ്റെ കൊണ്ടുവന്നത്. നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പാപ്പ ഒപ്പാത്ത കാലത്ത് അല്ല പിന്നെ ഒപ്പാത്തിൻ്റെ മുമ്പ് ഞാൻ വന്ന് ചോദിച്ചു പാപ്പ കാഞ്ഞിരപ്പുഴ ഡാം വന്ന് പോവുകയാണ്, ഞാൻ എവിടുക്കാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പാപ്പ കാണിച്ചത് സ്ഥലം ഇതാണ് കമ്പം. അപ്പോ അമ്മകുന്ന് മീറാനൗലിയ ഉപ്പാപ്പയുടെ ഒരു സമ്പൂർണമായ ഒരു ഇഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് അമ്മകുന്ന് കോയക്ക എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പാപ്പയുടെ ഉറപ്പില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ ഈ പാപ്പാനോടുള്ള ബംഗാൾ കോയക്കാരിലൂടെ പുരോഗമനം വരാൻ കാരണം എന്ന് എനിക്കറിയാം. ഒരു ഉപ്പാപ്പയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. പ്രധാനപ്പെട്ട ആളാണ്. പാപ്പാക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. പാപ്പാക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. പാപ്പാക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യമാണ്. ഒന്ന് അന്നദാനം, പിന്നെ ദിക്റ്. അത് രണ്ടും കൂടെ പിന്നെ തീർച്ചയായും നടക്കുന്നുണ്ട്. അത് പാപ്പാക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കോയക്ക ഈ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടുണ്ടായ ഈ നാട്ടുകാർക്കുണ്ടായ ഒരു അത്ഭുതം, ഒരു അനുഭവം ഈ നാട്ടിലെല്ലാം പ്രസിദ്ധമായി. അതിന് ശേഷമാണ് ഈ നാട്ടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അമ്പകുന്നിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട് എന്ന് പ്രസിദ്ധമായത്. അതെന്താണ് ആ സംഭവം? അമ്പകുന്നിലൊരു കോയക്ക പുറത്തൊന്നും ഇറങ്ങാതെ അവിടെ തന്നെ ബോധമായി. അപ്പോൾ അവിടുത്തെ കുറഞ്ഞ ആൾക്കാർ കോയക്കാരോട് ഒരു എതിർപ്പ് വന്നു. ആ വീട്ടുകാർക്ക് അലിംതാത്താക്ക് അല്ലാത്ത എല്ലാവർക്കും ഒരു ചെറിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു പറഞ്ഞ് പരത്തി കോയക്ക പാപ്പാക്ക് എതിരായിട്ട് വരികയാണ്. എതിരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ജനങ്ങളോട് പറഞ്ഞ് വരുത്തിയത്. അപ്പം ജനങ്ങൾ ഒന്നടങ്ങി കോയക്കനെ എതിർത്തു. പാപ്പാനോട് വരിക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എതിർത്തു. അതാണ് പോലും ചെയ്ത ആദ്യത്തെ പ്രശ്നം. ഈ നാട്ടിൽ പ്രസിദ്ധിയായിട്ട് വരാനുണ്ടായ കാരണം അതായത് പിന്നെ എന്തോ ഒരു ചില അത്ഭുതങ്ങൾ സംഭവിച്ചതിന് ശേഷമാണല്ലോ ഈ നാട്ടിലുള്ള പല ആൾക്കാരും അമ്പകുന്നിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട്, ആ കുട്ടീൻ്റെ അടുക്കലേക്ക് പോവാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നടന്നത്. അങ്ങനെ ഈ രോഗങ്ങളിൽ മാറി വരുന്ന ആൾക്കാർക്ക് ചില അസുഖങ്ങളൊക്കെ ഒരു പറയും അപ്പോൾ അങ്ങനെ മാറി, അത് സ്വയം മാറി. അങ്ങനെ മാറിയ ഏതാണ് കോയക്കാനോട്. നിങ്ങൾ ഈ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് വന്ന ഒരു ആൾക്കാർ ഒരു സംഭവം ഉണ്ടല്ലോ. കാഞ്ഞിരപ്പുഴയിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഒന്ന് രണ്ട് ആൾക്കാർക്ക് വലിയൊരു കുട്ടി സുഖമില്ലാതെ ആസ്പത്രിയിൽ കിടക്കും. അപ്പോൾ ഞാൻ കോയക്കിൻ്റെ ആസ്പത്രിയിൽ കഴിയും. അപ്പോൾ അതിൻ്റെ ഈ വീരാക്കാന്ന് പറഞ്ഞ ഒരാളെ ഭാര്യയൊക്കെ രക്തം നോക്കായിട്ട് തൊട്ട പറ്റില്ല അവരിട്ട്. അപ്പോൾ അവർ എന്താ നിങ്ങൾ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ മാങ്കുട്ടിയേക്കാടെ കുട്ടിക്ക് വയ്യാതെ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് ഭാര്യയൊക്കെ ഇങ്ങനെ രക്തം നോക്കണം. കുറേ കാലമായിട്ടില്ല ഇവിടെ വരും. മരുന്നാണ്ട് മാറും പിന്നെ വരും എന്ന്. അപ്പോൾ കോയക്കങ്ങനെ ഈ മക്കളെന്ത് കെട്ടിക്കൊടുത്തൊരു നൂലുണ്ട്. ആ നൂലെടുത്തിട്ട് മന്ത്രിച്ചിട്ട് വന്നിട്ട് കെട്ടിപ്പോയി ആസ്പത്രി. അത് കെട്ടി രാവിലത്തെ കൈ മനുഷ്യത്തിന് അസുഖം മാറി അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു. അപ്പം നിങ്ങളവിടെ ചെയ്തപ്പോൾ ഞാൻ എന്നോടത്താണ് അമ്പകുന്നിലാണ്. അങ്ങനെ പിറ്റേ ദിവസം അവർ വന്നു. പിന്നെ മരണം വരെ മുമ്പത്തേക്ക് അസുഖം ഉണ്ടായിട്ടില്ല. മരിച്ച ആൾ മരണം വരെ അവന് അസുഖം ഉണ്ടായിട്ടില്ല. ഈ രക്തപ്പൊക്കെന്ന് പറഞ്ഞ അസുഖം ഉണ്ടായി. അപ്പം ഞാനെന്താ അത് ഇക്കാല് വലിയ വിശ്വാസം. അപ്പോൾ അത്രയും ഒരു ബേക്കറി കെട്ടിക്കൊടുത്ത് നൂലെടുത്തിട്ടാണല്ലോ മന്ത്രിച്ചു കൊടുക്കുന്നത്. അപ്പം ഇക്കാല് വലിയ വിശ്വാസം അപ്പോൾ വന്നില്ല. പിന്നെ കോയക്ക വളരെ ചെറുപ്പമാണ്. ഒരു 10-18-20 വയസ്സിൻ്റെ ഉള്ളിൽ ഒരാളുമാണ്. അപ്പം ഞാൻ പറഞ്ഞു കോയക്കങ്ങളിപ്പം ഈ ബക്കറി കെട്ടിക്കൊടുത്ത് നൂലോട്ട് മന്ത്രിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ അത് മാറും. അതല്ലേ മാറ്റി നമ്മളല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുട്ടിക്ക് മരുന്നിന് വേണ്ടി എഴുതുന്നപ്പോൾ മരുന്ന് വേണ്ടി പാലക്കാടാണ് പറഞ്ഞു. അപ്പോൾ കോയക്ക പറഞ്ഞു മരുന്ന് ഞാൻ വാങ്ങിച്ചു തരാം, നിങ്ങൾ കുട്ടിയെടുത്ത് റോട്ട് വന്ന് പിന്നെ കുട്ടിയെടുത്ത് പറഞ്ഞാൽ കോയക്ക അങ്ങനെ തന്നെ പോയത്. എൻ്റെ എല്ലാ കുടുംബങ്ങളും കോയക്കാൻ പറയും. അപ്പോഴത്തെ എൻ്റെ എല്ലാ കുടുംബത്തിൻ്റെ അടുത്ത് കോയക്ക പോകുമ്പോൾ കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ പോയതാണല്ലോ കോയക്ക. ഞാൻ കുട്ടിയുടെ കുട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അവർക്ക് മരിച്ചു. കുട്ടിയെ മയ്യത്തേറ്റ് വന്നപ്പോഴേക്ക് എൻ്റെ എല്ലാ കുടുംബക്കാരും മണ്ണാർക്കാട് മുതൽ കാഞ്ഞിരപ്പുഴ പിന്നെ കച്ചവട ഇടക്ക് വെച്ച് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് ആവശ്യം. ഞങ്ങളോടൊന്ന് കോയക്ക പറഞ്ഞു നോക്കും. അങ്ങനെ എല്ലാവരോടും കോയക്കനെ പറഞ്ഞു. അല്ലാതെ അന്ന് ഫോണൊന്നുമില്ല, ഫോൺ ചെയ്ത് പറയാനുമില്ല.
അപ്പോൾ എവിടെയും പോയാൽ അപ്പോഴേ എത്തുകയാണ്. ഇത് രാവിലെ 10 മണിക്കാണ്. ഉച്ചക്ക് വേറൊക്കെ ആ കുട്ടീനായിട്ട് ഇവിടെ എത്തുമ്പോഴേക്കിന് ആൾക്കാരൊക്കെ വിളിച്ചു. ആദ്യത്തെ ഒരു അനുഭവം അങ്ങനെ വയക്കാനായിട്ട് എനിക്ക്. പിന്നെ എൻ്റെ ഒരു പെങ്ങളുടെ മകൾക്ക് ഈ ജട്ടലിൽ നിന്ന് കാണാനെന്ന് പറഞ്ഞിട്ട് കാലുമേം കയ്യും ഒക്കെ കുറിച്ച് മണലൊക്കെ കെട്ടി തൂക്കിയിട്ട് ആപ്പത്തിന് പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൈ കാണുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും വരാം. ഞാൻ പറഞ്ഞു നമ്മൾ നടന്നാണ് പോകുന്നത്, കാഴ്ചയില്ല. ആയിക്കോട്ടെ ഞാൻ പോരാട്ടോ. അങ്ങനെ ഞാനും വയക്കൂടി പോയി. പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അസുഖമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ മണൽ കെട്ടി തൂക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു നിങ്ങളൊരു നൂല് വാങ്ങി, ഒരു ചിരട് വാങ്ങി. അങ്ങനെ ഒരു ചിരട് വാങ്ങിയാണ് വയക്കാട് കൈ. വയക്കാല് ഊത് അല്ലെങ്കിൽ വേറെ ഒന്നും ഒരു കെട്ടിയിടുക ഒന്നും ചെയ്തില്ല. കുറേ നേരം കൈ പോയിട്ട് ഈ ചിരട് കെട്ടിയാൽ മതി, ഒരു സൂക്കൾ നടക്കുമാകുമ്പോൾ. അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് എവിടുത്തെ ചേട്ടാ വെച്ചു. അത് എവിടുത്തെയെങ്കിലും കെട്ടിക്കോളിന്ന് കെട്ടി രാവിലത്തേക്ക് സൂക്കൾ മാറി. ആ പെണ്ണ് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അയാത്തിലുണ്ട്. സൂക്കൾ മാറി. അപ്പം എന്നോട് പിറ്റേ ദിവസം പെങ്ങൾ വന്നിട്ട് ചോദിച്ചു ആ മൂന്ന് ആൾ അപ്പം വയറ്റ് തന്നാണ്. അതിമ കെട്ടൊന്നുമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് കിട്ടിട്ടില്ല, വയറ്റിട്ടില്ല. ആ സൂക്കൾ മാറി. ഇന്നേ വരെ ഓർക്കാൻ സൂക്കളില്ല. ആ ഞെട്ടലിൻ്റെ വേദന അല്ലെങ്കിൽ അവർക്ക് അസുഖം ഇന്നേ രണ്ടായിട്ടില്ല, ഇപ്പോഴും അയാത്തിലുണ്ട്. നമ്മുടെ ഈ മജ്ലിസ് ആദ്യമായിട്ട് തുടങ്ങാനുണ്ടായ ഒരു കാരണവും തുടങ്ങിയത് നിങ്ങളെ നാട്ടുകാരായ കാഞ്ഞിരപ്പുഴക്കാരെ കൊണ്ടാണ് എന്നുള്ളൊരു ഖ്യാതി. അതാണ് ഈ കാഞ്ഞിരപ്പുഴത്തെ മണ്ണനാണ് ഈ രക്തമൊക്കെ ഉണ്ടായത്. പിന്നെ അവിടുന്ന് ആൾക്കാർ ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. കാഞ്ഞിരപ്പുഴ ഒരു 100 ആളെങ്കിലും വൈകുന്നേരത്തെ സെലാത്തുണ്ടാവും. വ്യാഴാഴ്ച അല്ല, എല്ലാ ദിവസവും സെലാത്തുണ്ടാവും. എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ഇന്ന് വരാത്തൊരു നാളെ വരാത്തൊരു മറ്റന്നാൾ അങ്ങനെ നിത്യം ഒരു 100 ആളെങ്കിലും കാഞ്ഞിരപ്പുഴ വരും. പിന്നെ എന്തോ കാരണവശാൽ കാഞ്ഞിരപ്പുഴക്കാരാണ്. അപ്പോൾ പിന്നെ പയ്യനടം മണ്ണാർക്കാട് ആ ഭാഗത്ത് പോയി. അവരിങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന് രോഗങ്ങളൊക്കെ മാറിയാനോ അവർ കുറേ കാര്യങ്ങൾ വന്നു. പിന്നെ പോലും വരാനില്ല. പിന്നെ ഇവിടെ വടക്കം മണ്ണാർക്കാട് പിന്നെ വയനാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് ആൾക്കാർ മുമ്പ് വരാനുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് വന്നിരുന്നു കുറ്റപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ വരാൻ. അവരിപ്പോൾ കുറേ കാലങ്ങളായിട്ട് അതിൽ 1 വരെ ആൾക്കാർ വരുമ്പോഴും ബാക്കിയുള്ളവരൊക്കെ വരാതെ അതെന്താണ് അതിൻ്റെ മർദ്ദമാകുന്നത്. ഏതായാലും വന്നവർക്കൊക്കെ അപ്പോൾ സൂക്കൾ മാറും. അല്ലാതെ അത് വെള്ളം വന്നിരിക്കലോ അല്ലെങ്കിൽ കുറിയ കൊടുക്കലോ അല്ലെങ്കിൽ പിന്നെ മുട്ടകളോ ഇങ്ങനത്തെ ഒന്നും ഇതേവരെ ചെയ്ത് ചെയ്യാൻ കണ്ടിട്ടില്ല. വന്ന ആൾക്കാരെങ്കിലും വെറുതെ പോയിട്ട് ഇവിടെ പോയിട്ട് ഒരു കാര്യമില്ല, വെറുതെ അങ്ങനെ പോവാണെന്നുള്ളൊരു കാര്യം ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ വരുന്ന ആൾക്കാർക്ക് ഗുണം കിട്ടിയെന്ന് പറഞ്ഞാലും മറ്റാൾക്ക് എതിർപ്പാൻ ഗുണപദ്ധതി കിട്ടിയെന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാനതിന് എതിർക്കുകയും അങ്ങനെ ഒരാളൊന്നും ഈ ലോകത്തില്ല. കാരണം അവരെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയും. എന്നാൽ നമുക്കുള്ള അനുഭവമാണ്. എനിക്കനുഭവം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറയാം. അതെന്താണാവോ അങ്ങനെയൊന്നും ഒരാൾ ഈ ലോകത്തുണ്ടാവില്ല. എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയാത്തൊരു രൂപത്തിലാണ് ആദ്യത്തെ കാലങ്ങൾ. ചില വെള്ളമില്ല, മന്ത്രമില്ല, തർക്കമില്ല, മുട്ടറക്കലും ഇല്ല, കടക്കരച്ചിലും ഒന്നും ഇല്ലാതെ ഒരു ചുക്കുളുമാരെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അത്ഭുതം പോലെ. ഇപ്പോ ഏതാണ്ട് കോയക്ക ഇവിടുന്ന് നമ്മുടെ മജ്ലിസിൽ നിന്ന് അമ്പക്കുന്നിൽ നിന്ന് പോകുമ്പോ കോയക്കൊക്കെ ഏതാണ്ട് എത്ര വയസ്സുണ്ടാവും? 40 വയസ്സ്. തുടങ്ങുമ്പോ എത്ര? 20 വയസ്സ്. ആ സമയത്ത് തുടങ്ങിയ മജ്ലിസാണ്. സാധാരണ ഒരു മനുഷ്യനിക്ക് എങ്ങനെ നടക്കുമോ ആ പ്രായത്തിലൊക്കെ? നടക്കൂല. അതാണല്ലോ വിശ്വാസം ഇല്ലാത്ത എല്ലാവർക്കും. നടക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത്. അങ്ങനെ ഈ ലോകത്ത് ആരും തങ്കന്മാർ കുട്ടികളൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു മറ്റു മലവാരികളിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അനുഭവം മാത്രമൊക്കെയാണ് ഞാൻ ചെയ്യാറ്. തങ്കന്മാർക്ക് പിന്നെ അള്ളാഹു പ്രത്യേകമായ ഒരു കൈ കൊടുത്തോണ്ട് അവർ പറഞ്ഞാൽ കേൾക്കും. അല്ലാതെ സാധാരണക്കാർക്ക് പറഞ്ഞാൽ കേൾക്കില്ല. അതാണ് ജനങ്ങൾക്ക് വിശ്വാസം വരാം. ഈ ഗോയക്കാന്റെ ഉമ്മച്ചി ഒരു ബീവിയാണല്ലോ, സയ്യിദത്താണ്. ദ്വീപിൽ നിന്ന് വന്ന ഒരു സയ്യിദ്.
കോയക്കായുടെ പിന്നെ ഉമ്മാന്റെ വാപ്പ പിന്നെ മരണപ്പെട്ടതാണെന്ന് തോന്നുന്നതിന് ശേഷം ദ്വീപിൽ നിന്ന് വന്നൊരു തങ്ങൾ വന്ന് കല്യാണം കഴിച്ചതിലുണ്ടായതാണ് കോയക്കാന്റെ ഉമ്മ. അതുകൊണ്ട് ഒരു സയ്യിദത്താണ്, ബീവിയാണ്. അപ്പൊ ഈ കോയക്കാന്റെ ഉമ്മച്ചിയായിട്ട് നിങ്ങൾക്ക് അവരൊക്കെ കൊണ്ടുവന്നു. അതിന്റെ മുമ്പ് ഞാൻ അറിയും. അപ്പൊ ഒരു കുറെ കാലം തന്നെ 5-10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചിനെ ഇവരൊക്കെ കൊണ്ടുവന്നത്. അതിൻ്റെ ഒപ്പം വയനാട് കുടുംബങ്ങളായിട്ട് ആർക്കും ബന്ധം ഈ നാട്ടിലുണ്ടാകുന്നില്ല, എനിക്കുണ്ടായിരുന്നു. ഞാൻ 1-2 കൂടി വയനാട് പിന്നെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു വീട്ടിൽ. അങ്ങനെ ആ കുടുംബത്തെ കഴിയാണ്. അപ്പൊ കോയക്ക എന്ന് പറയുന്ന ഒറ്റ വ്യക്തി മാത്രമേ ഈ നാട്ടിലുണ്ടായി, എത്രയും ഉണ്ടായിരുന്നു, വേറെ ആരുമില്ല. ഇല്ല, അത് ഈ നാട്ടുകാരനും അല്ല. അതെ, കോഴിക്കോടാന്ന് പറഞ്ഞിട്ട് കേട്ടുള്ളൂ. ഞാൻ മാത്രമേ കോഴിക്കോട് മുമ്പേ കോയക്കാട് സ്ഥലത്ത് പോയിട്ടുള്ളൂ. വേറെ ഈ നാട്ടിൽ നിന്ന് ആരും പോയിട്ടില്ല. എങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധ്യത. ഏതായാലും എന്നോട് പോയപ്പോൾ നിങ്ങളെ കാണിച്ചെന്ന് ഞാനിത് പറഞ്ഞത്. അതാണ് ഞാൻ കോയക്കാനെ വിശ്വാസത്തിലെടുത്തത്. അമ്പകുന്നിൽ നിൽക്കുമ്പോൾ തന്നെ വയറുടെ പറഞ്ഞു, ഇപ്പാമ്പ നിങ്ങളെ കാണിച്ചെന്നിട്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാമ്പാനി ഇപ്പാമ്പാനി പോയക്കാൻ സ്വപ്നത്തിൽ കണ്ടുവെന്ന് പറഞ്ഞു. എപ്പോൾ കാണുമ്പോഴും ഓടി ഇതിൻ്റെ വാമ്പാനി പോയക്കാനി അലപ്പാപ്പാനി ഉപ്പാപ്പനെ കാണാൻ ഇത് പോയക്ക പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങളെ കാണിച്ചു തന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നാണ് കോയക പറഞ്ഞത്. നിങ്ങളുടെ ഉപ്പാക്ക് പിന്നെ വീരാനുപ്പാപ്പയായിട്ട് വലിയ വലിയ ബന്ധമുണ്ടായിരുന്നു. 15 ദിവസം കൂടുന്ന അവിടെ നിർത്തിയിരിക്കുന്ന പാപ്പ അവിടെ നിങ്ങളെ വീട്ടിൽ അതിന് പാപ്പ മരിക്കുന്നത് അങ്ങനെ. പിന്നീട് കൊല്ലത്തിലൊരു നിർത്തിയായിരുന്നു പാപ്പ. ഒരു കൊല്ലത്തിൽ പ്രാവശ്യം വറാത്തിനെ വറാത്തിന് വന്ന് നിർത്തി കഴിഞ്ഞിട്ട് പിറ്റത്തെ വറാത്തിനെ പാപ്പ വരും. ഈ ഉപ്പാപ്പ നടത്തുന്നതാണല്ലോ ഈ പിന്നെ നമ്മൾ ഇവിടെ നടക്കുന്ന നേർച്ച. അതിന്റെ ഒരു കാരണം, അതിന്റെ ഒരു തുടക്കമൊക്കെ എന്താണ്? അത് ഉപ്പാത്താനിൻ്റെ ഒരു 3 കൊല്ലം മുമ്പാണ് തുടങ്ങി. അപ്പോൾ മൂല്യരും അവിടെയുള്ള ആൾക്കാരൊക്കെ ഒപ്പാടെ പറഞ്ഞ് ഉപ്പാപ്പാനൊക്കെ നീർച്ചുണ്ടാവും. അപ്പോൾ ഉപ്പാപ്പാക്ക് നീർച്ചുണ്ടല്ലോ അവിടെ, ഇങ്ങനെയല്ലേ പെട്ടി വേണ്ട നീർച്ചുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഉപ്പാപ്പ പറഞ്ഞത് വേണ്ട. പിന്നീട് ആൾക്കാരൊക്കെ പാടെ കൂടി പറഞ്ഞു ഉപ്പാപ്പായ നാട്ടുകാർക്ക് വേണമെങ്കിൽ കഴിച്ചു. അങ്ങനെയാണ് ഈ നേർച്ച ഇവിടെ പാപ്പ അടിച്ച് 3 കൊല്ലമാണ് തുടങ്ങി. 3 നേർച്ച പാപ്പ ഉണ്ടാവും കഴിയും. അതിനെന്താണ് കാരണം പറയുന്നത്? ഈ നാട്ടുകാർക്ക് നാടിന്റെ പുരോഗതിയോ ആ നാടിന്റെ പുരോഗതി വേണം എന്നുള്ളതാണ് ഒരു പറഞ്ഞത്. അതിന് പാപ്പ സമ്മതിക്കുകയും ചെയ്യും. പാപ്പ വന്നതിന് ശേഷം ഈ നാട്ടിൽ ഐശ്വര്യം ഉണ്ടായി. ഈ കുത്തിച്ച കഴിച്ചപ്പോൾ വരവില്ല. അതൊക്കെ മാസങ്ങളിൽ കൂടുമ്പോൾ 15 കൊടുക്കണം വരാം ഈ വീട്ടിൽ. ഈ മൂല്യം അവന്നപ്പോൾ 1-2 മൂല്യൊക്കെ ഉണ്ടായി. പിന്നെ ഉപ്പാപ്പാന്റെ വഫാത്തിന് ശേഷവും നമ്മുടെ പിന്നെ ഉപ്പാപ്പ പ്രസിദ്ധിയാർജിച്ചത് നാട്ടിലെങ്ങും അറിയുന്ന രൂപത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അറിയുമായിരുന്നു. പക്ഷെ എന്നാലും അമ്പംകുന്നിലാണ് വഫാത്തായതെന്നും അമ്പംകുന്നിൽ കണ്ടമാനം ആളുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ആൾക്കാർ മഞ്ചിൽ തുടങ്ങിയതിന് ശേഷമാണ് സിയാറത്ത്. അപ്പോഴാണ് അറിയാൻ തുടങ്ങി. അപ്പോൾ കോയക്കോടി പോകുമ്പോൾ ഇവരോട് ഉപദേശിക്കാറുണ്ട്. നിങ്ങൾ വേട്ടയുടെ കൂടെ സഞ്ചരിച്ച ഒരുപാട് നാടുകൾ അല്ലേ? ഒരുപാട് നാട്. മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല അല്ലേ, കോയമ്പത്തൂര്, മേട്ടുപ്പാളയം, പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. വലിയ അത്രയൊക്കെ സ്ഥലങ്ങളാണ്. അന്നീ സ്ഥലത്തേക്കൊക്കെ പോയത് ഞാൻ നടന്നു മാത്രം, വണ്ടിയിൽ പോയി. ഈ കോയക്കാരന്റെ നടത്തത്തിന്റെ ഒരു ശൈലി എങ്ങനെയാണ്? നടത്തത്തിന്റെ ശൈലി വളരെ സ്പീഡാണെന്ന് നടത്തുന്നത്.
നടക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുതമൊക്കെ കാണാം? അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ പാലക്കാട്ടിലേക്ക് പോയാൽ അരമണിക്കൂർ പാലക്കാട് ബസ്സിൽ പോകുകയാണെങ്കിൽ 1.5 മണിക്കൂർ വേണം. ഞങ്ങൾ കുറുക്കിനേരിക്ക് പോകുന്നത് എനിക്കറിയില്ല, ഇന്നും ആ വഴിയേതാണെന്നറിയില്ല. വയക്കടപ്പാട് കണ്ടു പെട്ടെന്ന്, അതായത് നമ്മൾ സാധാരണ 1 മണിക്കൂർ എത്തേണ്ട സ്ഥലത്ത് ഒരു 10 മിനിറ്റോ 1/4 മണിക്കൂറൊക്കെ കൊണ്ട് എത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നും റോഡിനാവില്ല, കുറുക്ക് വഴിയാണ്. ഏതാണ് കുറുക്ക് വഴി ഇപ്പോഴും എനിക്കറിയില്ല. മഴയാണെങ്കിലും കൊടയില്ലാവില്ല, മഴ കൊണ്ടിട്ട് തന്നെ വയക്കടപ്പ പോകണം. പക്ഷേ ഇവിടുക്കൊന്നും ഇല്ല, നടത്തത്തിൽ വയക്കന്നെയാണ് കൊണ്ടുപോകും, വേറെ ആരെയും കൊണ്ടുപോകില്ല. നല്ല ബസ്സിന് വന്നോളിയതാണ്. ഞാനും അങ്ങോട്ടേക്ക് നടന്നു പോയിക്കോളാം. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ വയക്കാരോടൊപ്പം ഇത് ദേശീയമോ എങ്ങനെ നടന്നു പോണീന് മാത്രം വയക്കന്നെ കൊണ്ടുപോകും. ഇവിടുത്തെ പാലക്കാട്ടിലൊക്കെ ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂറുണ്ട്. എല്ലാ റോട്ടിൽ 1-2 സ്ഥലത്ത് മാത്രമേ റോട്ടില്ല, ബാക്കിയൊന്നും റോട്ടിലല്ല, വഴിയാണ്. ഇതൊരു കുറുക്കുണ്ടെന്ന് പറയുമ്പോൾ അതിന് പോകുമ്പോൾ മറ്റേ റോട്ടിൽ അവിടെ ഇങ്ങോട്ട് കണ്ടു. അങ്ങനെ വളരെ എത്തിയും കാണാൻ പോകും. നമ്മൾ നടക്കാതെ തന്നെ ഇരിക്കുന്നു. നമ്മൾ വയക്കാട്ട് കൂടെ നടക്കുന്ന കാലത്ത് സാധാരണ മനുഷ്യന്മാർ കാണാത്ത കാഴ്ചകൾ പലതും കണ്ടിട്ടുണ്ട്. വയക്കാടൊപ്പം നടക്കുന്ന കാലത്ത് വയക്കാട് ഞാൻ ഈ കാഞ്ഞിരപ്പഴക്ക് പോകും. പോയാൽ ഞാനിപ്പോൾ പകുതികൊണ്ട് വരിക. അപ്പോൾ പോയക്കാർക്ക് എല്ലാ പാർട്ടികളിലും കാഞ്ഞിരപ്പേക്ക് കുറച്ചാണ്. അപ്പോൾ ഒരു തിരിച്ച് കാലത്ത് ചെയ്യണം. ഒരാൾക്ക് 10-15 മണിയായും വയക്കാട്. അപ്പോൾ മുണ്ടക്കുന്നിൻ്റെ അവിടെ എത്തിയപ്പോൾ വയക്ക പറഞ്ഞാൽ തിരിച്ച് പോകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉദ്യാനല്ലേ വയക്കാട്, ഇപ്പം എങ്ങനെയാണ് പോയില്ല എടുക്കുന്നത്. അല്ല നമ്മൾ ഇത്തിയ പോകാം, കുറച്ച് വളർത്തിയിട്ട് പഠിക്കാനൊക്കെ കൂടെ കയറി അങ്ങനെ പോന്നിട്ട് ഈ കാഞ്ഞത്തിൻ്റെ ഈ മൂലയിലേക്ക് എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് നിത്യം ചേറും കുണ്ടും ഇഡ്ഡലി വഴിയും പിന്നെ മുള്ളും അരിയ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നല്ല റോഡല്ലേ വയക്കായി കിടക്കണം, പിന്നെ എന്തിനാണ് എത്തിയ പോകുന്നത്, നിങ്ങൾ എത്തിയ പോയിരിക്കുന്നത്. അങ്ങനെ ഞാൻ വയക്കൂടി ചളിയിൽ കൂടിയൊക്കെ അടിച്ചു പോകുന്നു. അമ്പകുന്നിൽ വന്ന് പോയി കുറച്ച് ആൾക്കാരൊക്കെ. അപ്പോൾ ഓലക്കാലം തീർച്ചയായിരുന്നു ഞങ്ങളങ്ങനെ പോകുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഓണ സ്ഥലത്ത് 2 കൂട്ടി നമ്മളെ അത് കളിക്കാൻ അതുകൊണ്ടാണ് അപ്പം നമ്മൾ കണ്ടോ അല്ലേ കണ്ടില്ല ഇവിടത്തുണ്ട് പിറ്റേ ദിവസം ഞാൻ അന്വേഷിച്ചപ്പോൾ സംഗതി ചെയ്യാം. ഈ 2 സ്ഥലത്തേക്ക് ആക്രമിക്കാൻ വേണ്ടി ആൾക്കാർ ഉണ്ടായി. അപ്പോൾ പോയൊക്കെ മുമ്പിൽ അത് കണ്ടിട്ടാണ് ജനം ഈ കുറുക്കോയി കൂടെ ഇറങ്ങിയത്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും പോയൊക്കെ കണ്ടാണ്ട് വഴി ഇതുവരെ ഈ പറയുന്ന ആർക്കും തൊടാൻ കഴിഞ്ഞിട്ടില്ല. എതിർത്ത ആൾക്കാർക്കൊന്നും പോയക്കാനൊന്നും തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം പുഞ്ചപ്പോൾ വെച്ചിട്ട് മണ്ണടിയിൽ വെച്ചിട്ട് വളഞ്ഞു, അന്ന് പോയക്ക അവിടെ അല്ല. പിന്നീട് പിന്നെ ഉണ്ടായി അല്ല, അപ്പോൾ അവിടെ ഇല്ല, നേരത്തെ തന്നെ പോയിക്കോളും. പിന്നെ വടക്കമണ്ണത്ത് വെച്ചിട്ട് പോയക്ക ഞങ്ങൾ ഒരു 5-8 ആളിങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് മണ്ണാർക്കാടുള്ള സർവത്ര ആൾക്കാണ് ഒരു 10-400 ആളെങ്കിലും ഉണ്ടാവുന്നു. ഓരോ പറഞ്ഞു പോയക്കാൻ അപ്പോൾ പോയക്കാൻ കട്ടിൽ ഒരു കല്ല് കൂട്ടി ഇങ്ങനെ കിടക്കും. പിന്നീട് ഒരു പറഞ്ഞു നമുക്ക് ഇവർ ഇത്ര തോന്ന ആളുണ്ട്, അപ്പോൾ ഞങ്ങളാകെ ഒരു 8 ആളുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ആൾ പോകാം, കുറച്ചും കൂടി ആളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആളെ വിളിക്കാൻ പോകും. ആളെ വെച്ച് നോക്കുമ്പോൾ പോയാൽ അവിടെ അങ്ങനെ സംഭവം പഴക്കമാണ്. ഞങ്ങൾ മാത്രം ഞങ്ങളവർക്ക് അങ്ങനെ തന്നെയാണ് പോകുന്നു. ഞങ്ങളവരൊന്നും ചെയ്യില്ല. അപ്പം ഞങ്ങൾ ഈ 8-10 ആൾക്ക് ഓർക്ക് തോന്നുന്ന ഒരു 10-500 ആളെ പോകുന്നതാണ്. അപ്പോൾ ഒരാളെ വിളിച്ചാൽ വീണ്ടും പോകുക. അപ്പോൾ അവർ കമ്മിയാണ് നേരിട്ട് രണ്ടാമത് കണ്ണുകൊണ്ട് കണ്ട അനുഭവത്തിൽപ്പെട്ടതാ, കണ്ണുകൊണ്ട് കാണാനല്ല. പിന്നെ ഒരു 10-500 ആൾ കൂടി പിന്നെ തല്ലി വേറെ വടക്കം തന്നെയാണ് കുഞ്ചക്കോട് വെച്ചിട്ട്. പക്ഷെ എൻ്റെ മേത്ത് ഒരടി ഒരു 500 ആൾ വെച്ച ഒരടിയിൽ എൻ്റെ മേത്ത് ഒരടിൻ്റെ മേത്ത് ഒരാൾ ബാക്കിയുണ്ടാവും ഉണ്ടാവോ. ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 7 ആൾ ആസ്പത്രിയിലാണ്. അവിടെയൊക്കെ പാപ്പാടി കോയാക്കാടി കാവലാഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആൾക്കപ്പാടെ തച്ചിട്ട് ഈ സത്യം സംഭവിക്കും.
ഇങ്ങനൊക്കെ ആയിട്ടു എന്താണ് ഈ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നത്? അത് ഇതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാളെ കൊണ്ട് കഴിയില്ല. അതായത് ഇത് നബിമാർക്കോ അങ്ങനെയുള്ള ആളുകൾക്കോ ഒക്കെ കഴിയുന്നൊരു കാര്യമാണ്. നമ്മളെ കാലത്ത് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. അപ്പൊ ഇതെന്തൊരു മറിമായാണ്, അല്ലെങ്കിൽ സേവയാണ്. എന്തൊരു കാര്യം എൻ്റെ പെരുന്നാളിന് ഞാൻ പോയപ്പോൾ നടന്നിങ്ങനെ വരുമ്പോൾ മഴയുടെ പെയ്യും. അപ്പൊ ഈ മഴ പുതുമഴ ആയതുകൊണ്ട് ഞാൻ നല്ലോണം പറഞ്ഞു. ഞാൻ ഒറ്റക്കാൻ പോയി ഓടി. ഇനി ഞാൻ ജനങ്ങളെ കാക്കണം. അങ്ങനെ പിന്നെ രാത്രി അപ്പോൾ ഒരു ലോറി ഒരു ഡംബ വരും. അപ്പൊ ഞാൻ ഡംബൊക്കെ കൈയാക്കി ഞാൻ കൈയാക്കി ഒരു കുറേണ്ട് വന്നപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒരു തോട്ടിലേക്ക് മറിഞ്ഞ ഞാൻ പറഞ്ഞു ഒരു വൃത്തിയൊക്കെ ഞങ്ങൾ കയറിയതില്ല ഡംബ മറിഞ്ഞ. അപ്പൊ അങ്ങനെ മുന്നിൽ കൂട്ടി പോയാൽ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാല് മാസങ്ങളോളം പറഞ്ഞാൽ തീരുമോ? കൊല്ലങ്ങൾ പറഞ്ഞാൽ തീരൂല. 10-50 കൊല്ലത്തും നമ്മള് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ബാക്കി ഇൻഷാല്ലാ നമുക്ക് അവസരോചിതമായിട്ട് പറയാം. അപ്പൊ താൽക്കാലികമായിട്ട് നിർത്തുക.